ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തതാണ്. ഈ പച്ചരി ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. ആ സെയിം കപ്പ് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര ഉരുക്കിയതും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ശർക്കര കറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, പിന്നെ ഒരു 4 ഏലക്ക വേണം, പിന്നെ 2 പാളയംകോടൻ പഴം വേണം. ഇത് 2 വലിയ പഴമായത് കാരണം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് 1.5 പഴം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു പഴവും ഒരു പഴത്തിൻ്റെ പകുതിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ണിയപ്പം ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയുടെ ഒരു പകുതി ഭാഗം പച്ചരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ശർക്കര ഉരുക്കിയപ്പോൾ അത് ഒരു നൂൽ പാകത്തിലൊന്നുമല്ല, കുറച്ച് വെള്ളം ഒഴിച്ച് വെറുതെ ഉരുക്കിയെടുത്ത ശർക്കരയാണ്. ഒരു നൂൽ പാകമാകാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി ശർക്കര ഒഴിക്കുക. പിന്നെ ഇത് മാവ് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. അതിന് വരെ ഈ ശർക്കര ഉരുക്കിയത് വെച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പഴവും കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഫൈനായിട്ട് അരയേണ്ട, ഒരു ചെറിയ തരിതരിപ്പോട് കൂടി അരഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ മാവെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആ മാവ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യമത്തെ പാർട്ട് മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമതിരിക്കുന്ന പച്ചരി, ബാക്കിയുള്ള പച്ചരിയും കൂടെ നമുക്ക് ഇതേപോലെ ശർക്കര ഒഴിച്ച് അരച്ചെടുക്കാം. രണ്ടാമത് അരയ്ക്കാനായിട്ട് എടുത്തപ്പോൾ ഞാൻ നമ്മൾ എടുത്തു വെച്ചിരുന്നതിൽ രണ്ടാമത്തെ പഴത്തിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ പകുതി ചേർത്ത പഴവും കൂടെ ചേർത്ത് നന്നായി അരച്ച മാവ് നമ്മുടെ ആദ്യമേ അരച്ച മാവിൻ്റെ കൂട്ടത്തിലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന ആ 4 ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ മാവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ മാവ് അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ നമ്മൾ പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മാവെല്ലാം നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചതിലും കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്കത് ചുടാൻ നേരത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പരുവം ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ നമുക്ക് നെയ്യിൽ വഴറ്റി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകളിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവം വരെ തേങ്ങാക്കൊത്ത് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്യാം നമുക്ക്. പിന്നെ ഇത് ഇത്രയും ചൂടോടുകൂടി നമ്മൾ മാവിലേക്ക് ഒഴിക്കരുത്. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം എടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു രുചി കിട്ടുന്നത്. അപ്പം നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒഴിക്കുന്ന പാർട്ടുകളിലെല്ലാം തന്നെ വെളിച്ചെണ്ണ നല്ല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാവുന്ന നേരത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ്, നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടരുത്. ഒരു പിഞ്ച് സോഡാപ്പൊടി മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ നെയ്യിൽ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം.
ഇപ്പം നമ്മൾ മാവിൻ്റെ അകത്തെല്ലാം ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുടാനായിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവുകളായിട്ട് കോരി ഒഴിക്കാം. ഇപ്പം നമ്മൾ എല്ലാത്തിലും മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് കോരി ഒഴിച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിടാൻ തുടങ്ങാം. ഒരുപാടങ്ങത് മൊരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. നിങ്ങളുടെ കയ്യിൽ പപ്പടക്കമ്പി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് വെച്ച് തിരിച്ചിടാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല. അത് കാരണം ഞാനൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പിച്ചാത്തി വെച്ചിട്ടാണ് ഞാനിത് തിരിച്ചിടുന്നത് ഓരോന്നും. അപ്പോൾ കയ്യിൽ എണ്ണ തെറിക്കാതെ നിങ്ങൾ സൂക്ഷിച്ചോണം. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം നമുക്ക് തിരിച്ചിടാം. ഇപ്പം നമ്മൾ ഒരു സൈഡെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ആ സൈഡെല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറു സൈഡും കൂടെ മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1-2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. കാരണം ഇത് നല്ല തിളച്ച എണ്ണ ആയത് കാരണം എല്ലാം ഒരേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് നമുക്കിതിനെ കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതേപോലെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി കാണാം.